തുടങ്ങിയത് സൂറത്ത് ആൽ ഇമ്രാൻ, ഇമ്രാനിന്റെ കുടുംബം. അതിലെ 5, 6, 7 3 ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. ഈ 3 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ജുമാ നമസ്കാരത്തിലും ജുമാഅക്ക് പ്രഭാഷണത്തിലും ഒക്കെയായി നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാമത്തത് ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആകാശഭൂമികളിൽ അള്ളാഹുവിന് അവ്യക്തമായിട്ടൊന്നുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ മറയില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ അവ്യക്തതയില്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അത് ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ, ഏതും അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ ഒന്നും തന്നെയില്ല. അള്ളാഹ് തീർത്തു പറഞ്ഞൊരു കാര്യമാണ്. പാതിരാവിൻ്റെ മറവിൽ, നിശയുടെ നിശബ്ദതയിൽ എല്ലാവരുടെയും കണ്ണുകൾ ഉറക്കത്തിലാണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒറ്റയ്ക്കൊരു മനുഷ്യൻ, അവൻ ചെയ്യുന്ന നന്മയാകട്ടെ അവൻ ചെയ്യുന്ന തിന്മയാകട്ടെ, എന്തിനേറെ അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം പോലും, മിടിപ്പ് പോലും, അവൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങളെ പോലും വളരെ കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ മുൻഗാമികളായ സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ ജീവിതത്തിന്, അഥവാ വ്യക്തവും അവ്യക്തവും രഹസ്യവും പരസ്യവുമായ രാത്രിയിലും പകലിലുമുള്ള അവരുടെ ജീവിതത്തിനെ വല്ലാതെ സ്വാധീനിച്ച ആയത്താണ് ഈ പറയപ്പെട്ട ആയത്ത്. അതുകൊണ്ട് തന്നെ ചില സഹാബാക്കളുടെ ഹയാത്ത് സഹാബ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില സഹാബാക്കൾ അവർ ചെയ്ത ഏറ്റവും ചെറിയ ഒരു തെറ്റിന്റെ പേരിൽ വർഷങ്ങളോളം നാട് വിട്ട് മല കയറി ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ആ ഒരൊറ്റ പാപത്തിനെ ഓർത്തുകൊണ്ടിട്ട് അവർ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും കണ്ണിനെ മറച്ചു, എല്ലാവരുടെയും കണ്ണിനെ കെട്ടി. പക്ഷേ ഒരേ ഒരു കണ്ണിനെ മാത്രം മറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരേ ഒരു കണ്ണിനെ മാത്രം കെട്ടിവെക്കാൻ കഴിഞ്ഞില്ല. ആ കണ്ണ് എന്നിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂർ. ഞാൻ ഉറങ്ങുമ്പോഴും ആ കണ്ണിന് ഉറക്കമില്ല. ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ആ കണ്ണിന് ഉറക്കമില്ല. ആ കണ്ണിന്റെ മുന്നിൽ ഒരു മയക്കമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എനിക്ക് നിങ്ങൾക്കും ആ ഒരു ചിന്ത, നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യത്തിലും പരസ്യത്തിലും രാവിലും പകലിലും എവിടെയുമായിക്കൊള്ളട്ടെ, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മുന്നിൽ വ്യക്തമാണ് എന്ന ബോധ്യം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാകുക വിരളമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്ത് ഡയറിയിൽ കുറിച്ചു വയ്ക്കും. യാത്രാവേളകളിൽ നമ്മളൊന്ന് എടുത്തു നോക്കി, നാട് വിട്ട് മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളൊന്ന് എടുത്തു നോക്കി, നമ്മുടെ കുടുംബവും വിട്ട്, നമ്മുടെ ഭാര്യയും വിട്ട്, നമ്മുടെ മക്കളും വിട്ട്, എല്ലാവരും വിട്ട്, നമ്മുടെ പരിചയക്കാരെ എല്ലാവരെയും വിട്ട് അന്യൊരു നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒന്ന് എടുത്തെടുത്ത് നോക്കി. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഞാൻ നാട് വിട്ട്, കൂട് വിട്ട്, കൂട്ടുകാരെ വിട്ട്, അറിയുന്നവരെ വിട്ട്, എൻ്റെ നാടിനെ വിട്ട് ഞാൻ മറ്റൊരു നാട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എന്നെ അറിയുന്നവരാരുമില്ല. പക്ഷേ എൻ്റെ അള്ളാഹ് എന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അള്ളാഹിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. അത് ഈമാനിന്റെ കമാലിയത്താണ് മുന്നിൽ. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇത് ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എനിക്ക് നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യൻ സ്വമേധയാ അഹന്ത നടിക്കുന്നവരാണ്. സ്വന്തമായി ഞാൻ എന്തോ ആണ് എന്ന് ധരിക്കുന്നവരാണ്. അത് അവരുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ. ഹുവല്ലദീ യുസബ്ബിറുകും ഫിൽ അർഹാമി കൈഫ യശാ. നിങ്ങളുടെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഈ ഘടനയെ രൂപപ്പെടുത്തിയവൻ അല്ലാഹുവാണ്. നോക്കൂ, കേവലം കണ്ടാൽ അറപ്പ് തോന്നുന്ന, അത് പുറപ്പെട്ടാൽ വലിയ അശുദ്ധിയായി മാറുന്ന, അത് ശരീരത്തിൽ പുരണ്ടാൽ കഴുകിക്കളയണമെന്ന് നിഷ്കർഷിക്കുന്ന, കേവലം ലജ്ജമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് വെള്ളത്തുള്ളിയിൽ നിന്ന് ഈ കാണുന്ന രൂപത്തെ രൂപപ്പെടുത്തിയവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, ആണാകണോ പെണ്ണാകണോ, നല്ല സൗന്ദര്യമുള്ളവരാകണോ, വിരൂപിയാകണമോ, വിജയിയാകണമോ, പരാജിതനാകണമോ, ഇതെല്ലാം തീരുമാനിച്ചു. ഇവിടെ ഒന്നും മനുഷ്യന് യാതൊരു സ്വാതന്ത്ര്യമില്ല. മനുഷ്യന് ആ വിഷയത്തിൽ കൈകടത്താൻ കഴിയില്ല. മനുഷ്യന് അപ്രാപ്യമായ ഒരു മേഖലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നിർണയിക്കുകയാണ്. ആണിനെ പെണ്ണാക്കാനോ പെണ്ണിനെ ആണാക്കാനോ കഴിയില്ല. അതേപോലെ തന്നെ സൗന്ദര്യം, ശരീര സൗന്ദര്യം,
അതുപോലെ തന്നെ ശരീരത്തിന്റെ വിരൂപാവസ്ഥ, പരാജിതൻ, വിജയി, ഇതെല്ലാം നിർണ്ണയിക്കാനുള്ള അധികാരം ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. മനുഷ്യന്റെ കയ്യിൽ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമേ നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ നൽകപ്പെട്ടിരുന്നുവെങ്കിൽ ഭൂമി ലോകത്ത് രോഗിയായി ഒരു മനുഷ്യനും കാണുമായിരുന്നില്ല, കണ്ണട വെക്കുന്നവരാരും കാണുമായിരുന്നില്ല. കാരണം കണ്ണിന്റെ പരിമിതമായ കഴിവ്, ആ കഴിവ് കുറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ, ആ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ലെൻസ് വെക്കുന്നത്. അപ്പൊ എനിക്കത് ചെറിയ അക്ഷരമായതുകൊണ്ട് ഈ ലെൻസ് വെക്കാതെ എനിക്ക് വായിക്കാൻ കഴിയില്ല. ഞാൻ ഈ ലെൻസ് വെച്ചിട്ട് എന്തിനാണ്? ഈ ചെറിയ അക്ഷരം എനിക്ക് വായിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഈ പറയപ്പെടുന്ന കാഴ്ച പരിമിതമാണ്. എനിക്ക് കാഴ്ച നിലനിർത്തുന്നത് എന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലെൻസ് വെക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. കേൾവിക്ക് വേണ്ടി ആളുകൾ ചില കേൾവി യന്ത്രങ്ങൾ ചെവിയിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. എന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് എന്റെ കേൾവിയെങ്കിൽ എനിക്കത് വെക്കേണ്ട ആവശ്യമായി വരുമായിരുന്നില്ല. അങ്ങനെ ഓരോന്നും ചിന്തിച്ചു നോക്കി. ഇതിനെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യത്തിനും അധികാര പരിധിയിൽപ്പെട്ടതാണ്. ഏ മനുഷ്യ, നിങ്ങളുടെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിങ്ങളെ രൂപപ്പെടുത്തിയത്, നിങ്ങളുടെ മുക്ക്, നിങ്ങളുടെ നാക്ക്, നിങ്ങളുടെ കണ്ണ്, കാത്, ചെവി, മുഖം, ശരീരത്തിന്റെ നിറം, നീളം, ഇതെല്ലാം രൂപപ്പെടുത്തിയത്, അതെങ്ങനെയായിരിക്കണം എന്ന് രൂപപ്പെടുത്തിയത് അള്ളാഹുവാണ്. എന്തിനാ ഇത് പറഞ്ഞത്? എന്തിനാ ഇത് പറഞ്ഞത്? ഭൂമി ലോകത്തിൽ കോടിക്കണക്കിന് ഇലാഹുകളെ ആളുകൾ ആരാധിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്, അവരോട് പ്രാർത്ഥനകൾ നടത്തുന്നവരുണ്ട്. അവരോട് അല്ലാഹു പറയുകയാണ്, ഏ മനുഷ്യ, ലാ ഇലാഹ ഇല്ലാഹു, ഞാനല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളവൻ, ഈ പ്രപഞ്ചം അഖിലത്തിലും അർഹനായിട്ടുള്ളവൻ വേറെ ആരുമില്ല, വേറെ ആരുമില്ല. അതുകൊണ്ട് നിന്റെ കാര്യം നീ എന്നോട് ചോദിച്ചോ. നിന്റെ സങ്കടങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം എന്നോട് ചോദിച്ചോ. ഞാൻ ആരാണെന്ന് അറിയാമോ? അൽ അസീസ്, ഞാൻ ഉന്നതനാണ്, ഞാൻ ഉന്നതനാണ്. അൽ ഹകീം, ഞാൻ യുക്തിജ്ഞനാണ്, യുക്തിപരമായി കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സിഫത്തോടെ പറയുകയാണ്. ഒരു വലിയൊരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അള്ളാഹു ആരാണ് എന്ന് 3 സിഫത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നിങ്ങൾക്കും മനസ്സിലാക്കാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് 3-ാമത്തെ ആയത്ത് പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിൽ 2 തരം ആയത്തുകളുണ്ട്. ഒന്ന് മുഹ്കമായ ആയത്തുകൾ, മറ്റൊന്ന് മുതശാബിഹായ ആയത്തുകൾ. അതുകൊണ്ട് തന്നെയാണ് കേവലം പരിഭാഷകൾ കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുകയില്ല. അതിന് ബലാഗത്ത് പഠിക്കണം, തഫ്സീർ പഠിക്കണം, ഗ്രാമർ പഠിക്കണം. ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഖുർആനിന്റെ തഫ്സീർ അല്ലെങ്കിൽ ഖുർആനിനെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത്. കേവലം മലയാളത്തിലുള്ള അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതാണ് മുതശാബികളായ ആയത്തുകൾ എന്ന് പറയപ്പെടുന്നത്. മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ പിടിയിൽ വന്നിട്ടില്ലാത്ത ആയത്തുകൾ. അങ്ങനെ 2 തരം ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അള്ളാഹു പറയുകയാണ്, മുതശാബികളായ ആയത്തുകളുണ്ട്. ഹൃദയത്തിന്റെ ഉള്ളില്, മനസ്സിന്റെ ഉള്ളില് വക്രതയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, യഥാർത്ഥ വിശ്വാസമില്ലാത്തവർ, ഹൃദയത്തിന്റെ ഉള്ളിൽ വക്രതയുള്ളവർ, അവരെങ്ങനെയാ പോവുക? ഇതിന്റെ പിന്നാലെ പോവുക. മുതശാബിഹുകളായ ആയത്തിന്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. അവർ പോകുന്നത് സത്യം അന്വേഷിച്ചുകൊണ്ടിട്ടല്ല, പിന്നെയോ കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ടിട്ടാണ്. ആശയ വ്യക്തമല്ലാത്ത വാക്യങ്ങളുടെ പിറകെ പോവുകയും അവയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും തഹ്വീൽ ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആര്? ഹൃദയത്തിൽ വക്രതയുള്ള മുനാഫിക്കുകളെ പോലെയുള്ള, യുക്തിവാദികളെ പോലെയുള്ള, നിരീശ്വരവാദികളെ പോലെയുള്ള ആളുകൾ അവിടേക്കാണ് സഞ്ചരിക്കുക. എന്നിട്ട് അല്ലാഹു ഉറപ്പിച്ചു പറഞ്ഞു, ഈ മുതശാബികളായ വചനങ്ങളുടെ വ്യാഖ്യാനം അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മജ്ഞാനികളായ തഖ്വയുള്ള പണ്ഡിതന്മാരായ ആളുകൾ അവർ പറയുമത്രേ, ആമന്നാ ബി, ഞങ്ങൾ ഈ വചനങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ഇതെല്ലാം. ഖുർആനിന്റെ ഉള്ളിലുള്ളത് സകലതും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. എന്നിട്ടുള്ള പറയുന്ന നിർത്തിയതാണ്, വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ അറിയുന്നുള്ളൂ. അല്ലാത്തവർ അതും ഇതും കേട്ടിട്ട്
അരിവും തുമ്പും മാത്രം മനസ്സിലാക്കിയിട്ട് ഇത്തരം ആയാത്തുകളെ വിമർശിക്കാൻ മുതിരുന്നുവെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണ്. നഅൂദുബില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിനെ അധികമായി വായിക്കാൻ, പഠിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും വരുന്ന തലമുറകൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.